No, in Niyam Sabha, see, what we had insisted that there has to be, whenever governor is present, it is the protocol, you are right, that whenever governor is present, it has to be sung fully. It was not, they did not sing it, it was played only. But they could have done it. Let us see, they will rectify it. I had spoken to the speaker also. Let us see what is. Will you seek any clarification on this? I have not decided anything. So you See, it insisted is. for the full recitation. Yesterday we insisted. Our staff insisted that it should be, because whenever governor is present, Vande Mataram should be sung or played on music or band. Whenever it is played or sung, it has to be in full. That is what we feel. Now, for any reason, speaker feels that it is not to be done. I don't know. Let us see how the things will be developing. കേരള രാഷ്ട്രീയം വീണ്ടും വന്ദേ മാതരം വിവാദത്തിൻ്റെ ചൂടിലാണ്. വി ഡി സതീശൻ സർക്കാരിൻ്റെ ആദ്യ നയപ്രഖ്യാപന സമ്മേളനത്തിൽ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കാത്തത് വലിയ രാഷ്ട്രീയ ഭരണഘടനാ ചർച്ചകൾക്ക് വഴിവെച്ചു. ദേശീയ ഗീതം പൂർണ്ണമായും ആലപിക്കാത്തതിലെ അതൃപ്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇപ്പോൾ പരസ്യമാക്കി. ലോക് ഭവൻ ഇക്കാര്യം നേരത്തെ അറിയിച്ചിരുന്നുവെന്നും എന്തുകൊണ്ട് പൂർണ്ണമായി ആലപിച്ചില്ല എന്നും സ്പീക്കറോട് ചോദിച്ചതായും ഗവർണർ പറയുന്നു. സംഭവത്തെ പ്രോട്ടോക്കോൾ ലംഘനമായിട്ടാണ് ലോക് ഭവൻ കാണുന്നത്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് നയപ്രഖ്യാപനത്തിന് മുന്നോടിയായി വന്ദേ മാതരം അവതരിപ്പിക്കുന്നത്. വിവാദ ഭാഗങ്ങൾ ഒഴിവാക്കി ആദ്യ ഭാഗം മാത്രമാണ് ബാൻഡിൽ അവതരിപ്പിച്ചത്. ഇതോടെ രാഷ്ട്രീയ വിവാദം ശക്തമായി. ദേശീയ ഗീതത്തെയും ലോക് ഭവനെയും അപമാനിക്കുകയാണ് സർക്കാർ ചെയ്തത് എന്ന് BJP വിമർശിക്കുന്നു. CPM-നും ജമാഅത്തെ ഇസ്ലാമിക്കും സർക്കാർ വഴങ്ങിയെന്നാണ് വിമർശനം. എന്നാൽ സർക്കാരിന് ഈ വിഷയത്തിൽ ഇടതുമുന്നണിയുടെ പിന്തുണയുണ്ട്. ഇത് വെറും ഒരു പ്രോട്ടോകോൾ വിവാദമാണോ, അതോ ഗവർണറും സർക്കാരും തമ്മിലുള്ള പുതിയ അധികാരപ്പോരിൻ്റെ തുടക്കമാണോ? സ്വാഗതം പൊതുവേദിയിലേക്ക്. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം. യെസ്, എന്നോടൊപ്പം ആദ്യം ചേരുന്നത് ശ്രീമതി ഇന്ദിരയാണ്. ശ്രീമതി ഇന്ദിര ചെങ്ങന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്, അല്ലേ? അതെ. ഈ വിവാദം കേട്ടപ്പോൾ എന്ത് തോന്നി? ഇത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു തുടർ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുമോ, അതോ ഇത് രമ്യമായി പരിഹരിക്കാൻ വി ഡി സതീശൻ സർക്കാരിന് കഴിയുമോ? രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയണം. രമ്യമായിട്ട് പരിഹരിക്കാൻ കഴിയണം. വന്ദേ മാതരം പാടിയത് കൊണ്ട് എന്താണ് കുഴപ്പം? വന്ദേ മാതരം പാടി, അതിൻ്റെ ആദ്യ ഭാഗം പാടി, രണ്ടാമത്തെ ഭാഗം കൂടി പാടണമായിരുന്നു എന്നാണ് തർക്കം. അത് ഒരു വിവാദ ഭാഗമാണ് എന്ന ഒരു നിലപാട് കോൺഗ്രസ്. എന്താ വിവാദം? എന്താണ് അതിനകത്ത് രണ്ടാം ഭാഗത്തിൽ എന്താണ് വിവാദം ഉള്ളത്? അതിൽ ചില ഭാഗങ്ങളിൽ ഈ ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് പറയുന്നു. അപ്പോൾ ഒരു ദേശീയ ഗീതം ഇവർക്കെന്താ ഇത്ര വെറുപ്പ് ഹിന്ദു ദൈവങ്ങളോട്? ഹിന്ദു രാഷ്ട്രമാണ് ഇത്, ഒരു ഹിന്ദു രാഷ്ട്രമാണ്. അതിനകത്ത് ഇത്ര വെറുക്കാൻ എന്താ കാരണം? നമ്മുടെ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രം എന്നല്ലേ നമ്മൾ ഉദ്ഘോഷിക്കുന്നത്? മതേതര രാഷ്ട്രം. പക്ഷെ ഇതെന്താ ഹിന്ദുക്കൾക്ക് മാത്രം എന്താ ഇത്ര ഇത് വന്നത്? നമ്മള് അല്ല, ഇതില് ഒരു ഗാനം ദേശീയ ഗാനമായി തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ മാത്രം ദൈവങ്ങൾ വരുന്നതിൽ അസ്വാഭാവികത ഉണ്ട് എന്നുള്ളൊരു തർക്കമാണത്. ഒരിതുമില്ല അതിനകത്ത്, എന്ത് തർക്കിക്കാനാണ്? ഇത് അങ്ങനെ തന്നെ തുടരണം എന്നാണ് താങ്കളുടെ അഭിപ്രായം. ശ്രീമതി ഇന്ദിര ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? വീട്ടമ്മയാണോ അതോ ഏതെങ്കിലും വീട്ടമ്മയാണ്? വീട്ടമ്മയാണ്. അപ്പൊ ഇത് ശ്രീമതി ഇന്ദിര പറഞ്ഞ കാര്യങ്ങൾ കൂടി ഉണ്ട്. ഒരു വശത്ത് ഇത് വളരെ കാലമായുള്ളൊരു തർക്കമാണ് കേട്ടോ. ഈ വന്ദേ മാതരം ആലപിക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാലമായി വന്ന ഒരു തർക്കമാണ്. അത് 1876 വന്ദേ മാതരം ഏതാണ്ട് ആദ്യമായി ബങ്കിം ചന്ദ്ര ചാറ്റർജി
രചിക്കുകയും പുറത്തു വരികയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെ തുടർന്ന് പിന്നീട് 1901 ഇത് ഗാനം ആലപിക്കണം എന്ന വിവാദം വരുന്നു. പക്ഷേ അത് പിന്നീട് വലിയ വിവാദത്തിലേക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് 1937 പണ്ഡിറ്റ് നെഹ്റു രവീന്ദ്രനാഥ് ടാഗോറും സുഭാഷ് ചന്ദ്രബോസുമായൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. പിന്നീട് അതിൻ്റെ ആദ്യത്തെ 2 ഭാഗം എടുക്കാം എന്നൊരു നിലപാട് വന്നു. അതാണ് ഇപ്പോഴൊരു പിന്നീടൊരു മാറ്റം പുതിയ സർക്കാർ അധികാരത്തിൽ. ഇതിനു മുമ്പ് ഇത് വലിയ പ്രശ്നമാക്കിയതല്ലയോ? ഇത് പാടുന്നതിന് എന്താണ് കുഴപ്പം? അപ്പൊ അത് കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഒരു മതവിഭാഗത്തിന്റെ മാത്രം ദൈവങ്ങൾ ഇതിന്റെ ഭാഗമാകുന്നു ദേശീയ ഗാനത്തിന്റെ എന്ന് പറയുമ്പോൾ മതേതരരായത്. ഞാൻ ഇതന്നെ ഇംഗ്ലാവ് ചിന്താധാരണ പിന്നെ വിളിക്കേണ്ടത്. അത് കൊള്ളാം. ശരി, അപ്പം ചെങ്ങന്നൂരിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ബാക്കി ഇതുവരെ പാടിയിട്ടില്ല. അപ്പോൾ അടുത്ത ഇതിൽ പാടണം, മുഴുവൻ പാടണം എന്ന് ഗവർണർ പറയുന്നു. അത് ഈ സർക്കാർ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊന്ന് ശ്രീമതി ഇന്ദിര ടെലിഫോണിൽ ശ്രദ്ധിക്കാം. ഓക്കെ, വ്യക്തമാണ്. ഏതായാലും ചെങ്ങന്നൂരിൽ നിന്നാണ് അവർ വിളിച്ചത്. വന്ദേ മാതരം അവരുടെ നിലപാടാണ് വ്യക്തമാക്കിയത്. ഓക്കെ, അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ. ശ്രീ മനു, എനിക്ക് വ്യക്തിപരമായിട്ട് താങ്കളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്വന്തമാണോ? അവിടെ നമുക്ക് തുടങ്ങാം. ആണെന്ന് ഒരിക്കലും മനു പറയത്തില്ല, പറയൂ? ഇല്ല, ഞാൻ പറയില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. ഇത് നേരത്തെ ഒരു സ്ത്രീ പറഞ്ഞു, അവർക്ക് പെണ്ണുങ്ങളിൽ അവർക്ക് പരിമിതി കുറവാണ്. ഞങ്ങൾക്ക് ഇപ്പൊ ഇടതുപക്ഷക്കാരൻ ദേവിയുടേത് പറയണം, ദേവിയുടേത് പാടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ ദേവിയുടെ ഞങ്ങൾക്ക് പറയാനുള്ളത് അത് കേട്ടിട്ട് മനു മറുപടി പറയണം. അതായത് പുല്ല കുസുമിത ദ്രുമദള ശോഭിനി പടച്ചോനെ സുഭാഷിണി കർത്താവേ സുമധുര ഭാഷക, അതുകൂടെ ചേർക്കണം. ഇതേ ഞങ്ങൾ പറയുന്നുള്ളൂ. എന്തെങ്കിലും തെറ്റുണ്ടോ? താങ്കൾക്ക് പറയാനുണ്ടോ? ഇത് എന്നെ കാലഹരണപ്പെട്ടതാണ് ഈ വന്ദേമാതരം. അതുകൊണ്ട് അമിക്കബിൾ സെറ്റിൽമെന്റ് ആയിട്ടാണ് ജനഗണമന വന്നത്. താങ്കൾക്ക് ആ ചരിത്രമെല്ലാം അറിയാമല്ലോ. താങ്കൾ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതെന്നാണ് എനിക്ക് മനുവിനോട് പറയാനുള്ളത്. അന്ന് മതേതര സ്വഭാവം ഇല്ലാതെ വന്നപ്പോൾ അന്ന് 2 വിഭാഗമായി പോരാടിക്ക് പരസ്പരം കുത്തിമരിക്കുന്ന ഒരു കാലമുണ്ടായി. പാകിസ്ഥാൻ വിഭജനം ഉൾപ്പെടെ വന്ന സമയത്ത് ആ ചരിത്രം താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞത് ഇത് ഒരു തർക്കമുണ്ടായി. 1937 കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ഒരു റെസൊല്യൂഷനുമായി വരികയാണ്. അതാണ് ഞാൻ വിശദീകരിച്ചത്. ടാഗോറുമായി ചർച്ച ചെയ്യുന്നു, പണ്ഡിറ്റ് നെഹ്റു സുഭാഷ് ബോസുമായി ചർച്ച ചെയ്യുന്നു, മൗലാന അബുൽ കലാം ആസാദുമായി ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഇത് ആദ്യത്തെ 2 ഭാഗം എടുക്കാം എന്നൊരു നിലപാടിലേക്ക് വരുന്നു. ഇതെന്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷം ഈ വിഷയം നമ്മളെ അസംബ്ലിയിൽ ഉണ്ടായില്ലല്ലോ? ഇത്തവണ അതുകൊണ്ടാണ് ഞങ്ങൾ ഇടതുപക്ഷക്കാർ പറയുന്നത് പകുതി സംഖ്യയാണ് ശ്രീ സതീശൻ. അദ്ദേഹത്തിന് അമിക്കബിൾ സെറ്റിൽമെന്റ്, മൂകാംബിക സന്ദർശനം, 4 ദിവസത്തിന് മുമ്പ് പാർലമെന്റിൽ പോയി ഡൽഹിയിൽ പോയി അമിത്ഷയായിട്ട് കണ്ട്, ഇതൊക്കെ ദുരൂഹമാണ്. ഈ 4 വരി പോലും പാടില്ലെന്നാണ് ഞങ്ങളുടെ ഇടതുപക്ഷക്കാരുടെ അഭിപ്രായം. 4 വരി എങ്ങനെ പാടണം? അങ്ങനെ പറയുന്നത് നമ്മുടെ നമ്മളിപ്പോ ഇതിനെ ഒരു നാഷണൽ ഓണർ എന്ന നിലയിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു ഗാനമാണ്. ആ വരി ആദ്യം തൊട്ടേ ഹിന്ദുമയമാണ്. വന്ദേ മാതരം എന്ന് തുടങ്ങുന്ന ആദ്യം മുതൽ തന്നെ ഹിന്ദുമയമാണ്. മുസ്ലിമിലോ ക്രിസ്ത്യാനിലോ ആ ഒരു ഭാഷയില്ല. താങ്കൾക്ക് പറയാവോ? ഇപ്പൊ സതീശൻ അമിക്കബിളായിട്ട് പറഞ്ഞ് 4 വരി പാടട്ടെ എന്ന് ചിലർ ഇടതുപക്ഷക്കാർ ഉൾപ്പെടെ പറയുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. ആദ്യം 4 വരിക്ക് കുഴപ്പമില്ലെന്നോ? ആദ്യം 4 വരിക്ക് കുഴപ്പമില്ലെന്നോ ആരാ പറഞ്ഞത്? വന്ദേ മാതരം എവിടെയെങ്കിലും ക്രിസ്ത്യാനിയോ മുസ്ലിമോ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഈ വാക്ക് എവിടെ ഉപയോഗിക്കുന്നത്? വന്ദേ ആദ്യത്തെ 4 വരി സതീശൻ സംഘത്തിന്റെ ഈ സംഘീയുടെ ആളാണ്. അതുകൊണ്ടാണ് 4 വരി 4 വരിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ. ആരാ പറഞ്ഞത് 4 വരിക്ക് കുഴപ്പമില്ലെന്ന്? ആ ഗാനമേ രാജ്യവിരുദ്ധമാണ്, മതേതരത്തിനെതിരാണ് ആ പാട്ട്. ജനഗണമന മാത്രമേ ഇന്ത്യയിൽ ജനിച്ചു വളർന്ന മുഴുവൻ ജനങ്ങളും പാടാവൂ. അതാണ് ദേശീയ ഗാനം. അതിലൊരു തർക്കം എന്താണ്? ഒരു സംശയം എന്താ അതിനകത്ത്? അത് രാജ്യത്ത് വർഗീയവൽക്കരിക്കും, വിഭാഗീയത ഉണ്ടാകും. എല്ലാ മതങ്ങളെയും ഒന്നായി കാണുന്നതിൽ നിന്ന് ഘടകവിരുദ്ധമാണ് വന്ദേ മാതരം. അത് ഒരു പബ്ലിക് പ്ലേസിലും പാടാൻ പാടില്ലെന്നാണ് എന്റെ അഭിപ്രായം, എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ആദ്യം തൊട്ടേ നമ്മളൊരു എടുത്തിട്ടുള്ള ഒരു പൊതു നിലപാട്, രാജ്യം 37 ചർച്ചകൾക്ക് ശേഷം എടുത്തിട്ടുള്ള ഒരു പൊതു നിലപാടാണല്ലോ ഞാൻ പറഞ്ഞത്. ആദ്യത്തെ 2 വരികൾ 2 സ്റ്റാൻസ എടുക്കാം എന്നുള്ളത്. നമ്മളിപ്പോൾ അത് പണ്ഡിറ്റ് നെഹ്റു എല്ലാവരുമായി ചർച്ച ചെയ്ത് നമ്മുടെ ദേശ രാഷ്ട്ര ശില്പികൾ ഉണ്ടാക്കിയ ഒരു ധാരണയാണ്. അതാണ് പിന്നീട് വന്നത്. അപ്പോൾ ഇതിൽ 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് അങ്ങ് ഇത് പറയുന്നതിൽ ദേശവിരുദ്ധതയാണ് എന്ന് അങ്ങ് പറയുന്നു. പക്ഷേ ഇത് ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൻ്റെ വലിയൊരു ആവേശമായിരുന്നു. ഇപ്പോൾ തിലകൻ ഉൾപ്പെടെയുള്ളവർ അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വന്ദേ മാതരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളുണ്ടായിരുന്നു. അതൊരു പത്രമായിരുന്നു. വന്ദേ മാതരം എന്നത് ഒരു വലിയ സ്ലോഗനായിരുന്നു. അപ്പോൾ അങ്ങനെയും കൂടി അത് ദേശീയതയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ ചില ഹൈന്ദവ വാക്കുകളുണ്ട്.
ഓക്കെ, ഒരു അമിക്കബിൾ സെറ്റിൽമെന്റ് എന്നുള്ള നിലയ്ക്ക്, ഒരു അമിക്കബിൾ ആയ തീരുമാനം എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ 2 പനി അനുവദിക്കാം. എനിക്കിത് വ്യക്തിപരമായിട്ട് വിയോജിപ്പുണ്ട്. എനിക്ക് പോലും പൊതു താല്പര്യാർത്ഥം അതിലോട്ട് പോകുന്നുണ്ട് മനു, യാതൊരു പ്രശ്നവുമില്ല. മറ്റൊന്നും, ഞാൻ ഒറ്റ കാര്യം സംശയം നിങ്ങളോട് ചോദിച്ചോട്ടെ. നമ്മൾ സത്യപ്രതിജ്ഞാ ദിവസത്തിൽ ആദ്യം ഈ വന്ദേമാതരം വേർഡ് കൊണ്ട് തന്നെ പാട്ടായിട്ട് തന്നെ പാടി. പക്ഷേ നാഷണൽ ആന്തം മ്യൂസിക് മാത്രമായിരുന്നു. സത്യത്തിൽ ഈ ഗവർണർ വലിയ ഡേഞ്ചറസ് ആണ്. തമിഴ്നാട്ടിലും അയാളതാണ് ചെയ്തത്. എന്നാൽ ആദ്യം വാക്കുകൾ കൊണ്ട് വന്ദേമാതരം പാടിയപ്പോൾ അദ്ദേഹം ജനഗണനമനയും വാക്കുകൊണ്ട് പാടണ്ടേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മാത്രം ഉപയോഗിച്ചാണോ അന്ന് ജനഗണന? അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, അത് BJP യുടെ ഉദ്ദേശം ഗവർണർ വെച്ച് നടപ്പാക്കുന്നത്. നിങ്ങൾ ഒരിക്കലും മാധ്യമങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യരുത്. കാരണം ജനഗണന പൂർണ്ണമായും ഒഴിവാക്കുക എന്നുള്ളതാണ് അവരുടെ അജണ്ട. അതിന്റെ ഭാഗമായത്. കാരണം നമ്മൾ പണ്ട് പറയുന്നില്ലേ, മഹാബലി എന്ന് പറഞ്ഞ് പിന്നെ നമ്മളങ്ങ് മാവേലി ആയതുപോലെ വന്ദേമാതരം പറഞ്ഞ് നമ്മളങ്ങ് അടുത്ത് പിന്നെ ജനഗണനമന വേണ്ടാതാവും. അത് ദൂരവ്യാപകമായിട്ടുള്ള ഭവിഷ്യത്തുണ്ടാകും. നിങ്ങളത് പ്രോത്സാഹിപ്പിക്കും. മതേതര രാജ്യമാണിത്. ഇതിൽ വന്ദേമാതരം ചൊല്ലുന്നതാണ് ഇവിടെ തൊഴിലില്ലാതെ ആൾക്കാർ രൂക്ഷമായ വിഷയം കൊണ്ട് കിടന്ന് കഷ്ടപ്പെടുന്ന എണ്ണയ്ക്ക് വില കൂടുന്നു. ഇവിടെ രൂക്ഷമായി പിന്നെ കുറച്ച് പേർക്കൊക്കെ പെൻഷൻ കിട്ടിയെന്ന് പറയും. ഇന്നലെ തൊട്ട് പെരുന്നാളായിട്ട് പോലും പെൻഷൻ കിട്ടാത്ത കുടുംബങ്ങള് ഇവിടെ ഇപ്പൊ ഞാൻ എന്ന് പറഞ്ഞാൽ 100 ഞാൻ എന്റെ ഞാൻ ചാത്തന്നൂർ രാധാകൃഷ്ണൻ ആണെങ്കിൽ എന്റെ വീട് മീനാടാണ്. ഇവിടെ ഒരു 4 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പൊതുപ്രവർത്തനം കൂടാണ്. രാവിലെയും വൈകിട്ട് 2 വട്ടം പോകും. 50 രൂപയ്ക്ക് എണ്ണ അടിച്ച് എനിക്ക് ചാത്തന്നൂർ പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിയുന്നില്ല. കാരണം ഇത് ഡേഞ്ചറസ് സ്ലോ പോയിസൺ ആണ് കേന്ദ്ര സർക്കാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ദൈനംദിനം ഈ 75 ദിവസം കൂട്ടുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല. ഇപ്പോൾ ഈ 100 രൂപ പെട്രോൾ ഇപ്പൊ പണ്ടത്തെ ഒരു പുതിയ ഐഡിയ ആണ്. അതും കമ്പനികളുടെ തന്ത്രമാണ്. ഇപ്പൊ ലിറ്റർ അടിക്കാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ലിറ്ററായിട്ടേ കൊടുക്കാവുന്നതാണ് ഞാൻ പറയുന്നത്. 100 രൂപയ്ക്ക് അടിക്കും. നമ്മളെന്നും 100 രൂപയ്ക്ക് അടിക്കും. എണ്ണയുടെ ക്വാണ്ടിറ്റി കുറയുന്നത് പാവപ്പെട്ടവനെ അറിയുന്നില്ല. ഇവിടെ അന്നരമാണ് വന്ദേമാതരം. ഈ ഗവർണറൊക്കെ സത്യം പറഞ്ഞ് ഇവരെയൊക്കെ ഗവർണറെയൊക്കെ ഉണ്ട്. ആ തമിഴ്നാട്ടിലെയാണ് ഇതെന്നാ ചെയ്തത്. വിഭാഗീയത ഉണ്ടാക്കുന്ന പണ്ടൊക്കെ ഗവർണർമാരെന്ന് പറഞ്ഞാൽ നമ്മൾ രാമചന്ദ്രൻ സാറിന്റെ കാലത്തൊട്ടുള്ളപ്പോൾ അവരെയൊക്കെ ദൈവത്തെ പോലെ നമ്മൾ കാണുന്നു. അവർക്കും ഉണ്ടായിരുന്ന രാഷ്ട്രീയം. ഇങ്ങനെ രാജ്യത്തെയും സംസ്ഥാനങ്ങളെയും പരസ്പരം കലഹിപ്പിക്കുന്ന ഗവർണറൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവങ്ങളെ പോലെ കാണുന്ന ഈ സമീപകാലത്ത് ഉള്ള ഗവർണർമാരെ വരെ അവർ രാഷ്ട്രീയം പോലും അന്വേഷിക്കാറില്ല. ദൈവങ്ങളെ പോലെയാണ് അവരെ കണ്ടുകൊണ്ടിരുന്നത്. എന്താണ് ഇവിടുത്തെ ഈ രാജ്യത്ത് വന്ദേമാതരമാണോ നമ്മൾ നോക്കുന്നത്? ജനങ്ങൾ പൊറുതിമുട്ടുന്നു. അങ്ങയുടെ നിലപാട് വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷക ചേരുന്നത് ശ്രീ ജനമിത്ര ആലപ്പുഴയിൽ നിന്നാണ് ചേരുന്നത്. ശ്രീ ജനമിത്ര, നമസ്കാരം. നമസ്കാരം. ഞാൻ ജനമിത്ര, റോയൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നാഷണൽ വർക്കിംഗ് പ്രസിഡന്റ് ആണ്. വെരി ഗുഡ്. ഹലോ. പിന്നെ നമ്മൾക്ക് എത്രമാത്രം വേറെ വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാനായിട്ട്, അല്ലേ? ഇതുകൊണ്ട് നമ്മുടെ കടം മാറുമോ? നമ്മുടെ കേരളത്തിന്റെ പൊതുകടം മാറുമോ? ഞങ്ങൾ ജനമിത്ര 10 നിധികുംഭങ്ങൾ നൽകാൻ തയ്യാറാണ് സർക്കാരിന്. 10 നിധികുംഭങ്ങൾ പ്ലസ് 2 കോംപ്ലിമെന്ററി നിധികുംഭങ്ങൾ. ഇപ്പോഴും 26-ാം തീയതി പോയി കടം ചോദിച്ചിരിക്കുകയാണ്. ശങ്കരൻ പണ്ട് തെങ്ങിൽ തന്നെ എന്ന് പറയുന്നത് പോലെ തന്നെ വീണ്ടും അദ്ദേഹം പോയി കടം ചോദിച്ചിരിക്കുകയാണ്. ആ അവസ്ഥയിൽ നിന്നും കേരളത്തിനെ കരകയറ്റാനായിട്ട് ജനമിത്ര 10 നിധികുംഭങ്ങൾ പ്ലസ് 2 കോംപ്ലിമെന്ററി നിധികുംഭങ്ങൾ നൽകാൻ തയ്യാറാണ്. ശ്രീ VD സതീശൻ സർക്കാർ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ദയവ് ചെയ്ത് ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. ഇത് ഒരു പോരിലേക്കാണോ ഈ കാര്യം, ഈ ഒരു വിഷയം വെച്ചത് തുടങ്ങി? പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, ആരിഫ് ഹുസൈനുമായിട്ട് ഇതേ പോരായിരുന്നു. എന്തെങ്കിലും ഗുണം കേരളത്തിനുണ്ടായോ സർ? എന്തെങ്കിലും ഗുണം കേരളത്തിനുണ്ടായോ? ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. 10 നിധികുംഭങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. കേരള ഖജനാവ് നിറയ്ക്കാനുള്ള 10 പദ്ധതികൾ ജനമിത്ര കൊടുക്കാൻ തയ്യാറാണ്. VD സതീശൻ സാർ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ? എന്റെ ചോദ്യം ഇതാണ്. നിങ്ങളുടെ സബ്ജക്ട് ഇതല്ല എന്ന് എനിക്കറിയാം. പക്ഷെ മറ്റൊരു പോംവഴിയില്ലാതെ ഞാൻ ആ സബ്ജക്ട് എടുത്തിട്ടതാണ്. ദയവ് ചെയ്ത് ഇത്തരം സബ്ജക്ടുകളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് അങ്ങ് മുന്നോട്ട് വെച്ചാൽ സ്വാഭാവികമായി അതിപ്പോ ഏത് സർക്കാരാണെങ്കിലും അങ്ങ് ഇത്തരം ഒരു പ്രൊജക്ട് ചെയ്യുക. മാധ്യമങ്ങളെ ഞാൻ പലതവണ കാണാൻ ശ്രമിച്ചു. മാധ്യമങ്ങളെ ഒന്നും ഇതിന് കാണുന്നത് എന്തിനാ? ഈ മാധ്യമങ്ങൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സർക്കാരിലേക്ക് താങ്കൾ ഒരു സഹായം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ ഏത് സർക്കാരാണ് അത് അംഗീകരിക്കാതിരിക്കുന്നത്? ഞങ്ങളുടെ സപ്പോർട്ട് ജനമിത്ര എന്ന മുദ്രപത്ര രാഷ്ട്രീയ വക്താക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത 100%. 2 ആഴ്ച കൊണ്ട് ഞങ്ങൾ ഒരു നിധികുംഭം ആക്ടിവേറ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിലൂടെ നമ്മുടെ പൊതു ഖജനാവിലേക്ക് പണം വരികയും ഈ കേന്ദ്രത്തിന്റെ നമുക്ക് വിഹിതം കിട്ടുന്നത് അത് നമുക്ക് അസറ്റായിട്ട് വെക്കുകയും ബാക്കി നമുക്ക് സ്വയമേ സ്വരൂപിക്കാൻ സാധിക്കുന്നതുമായിട്ടുള്ള പദ്ധതികൾ ജനമിത്ര കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ താങ്കളുടെ ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറി സംസാരിച്ചു, ക്ഷമിക്കണം. അതല്ല, ഇതിൽ 2 വശമുണ്ട്. അങ്ങ് പറയുന്നത് പണപ്പിരിവിനുള്ള ഒരു അധികാരം സർക്കാർ അങ്ങേക്ക് തരാൻ പറ്റില്ല. അത് ഇല്ല, അങ്ങനല്ല. നമ്മൾ പദ്ധതികൾ കൊടുക്കാം. പദ്ധതികൾ സർക്കാരിന് നടപ്പിലാക്കാം.
അത് അങ്ങയുടെ പേര് ജനമിത്രൻ എന്നാണ്? അല്ല, ജനമിത്ര. അങ്ങയുടെ സംഘടനയുടെ പേര് ജനമിത്ര. രണ്ടും ഒന്ന് തന്നെ. നമ്മൾ സ്വീകരിച്ച പേരാണ്. ഇപ്പൊ ഞാന് പറയുകയാണ്, ഞാൻ മനു ഭരത്, ഉടനെ എനിക്ക് സർക്കാരിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു പണപ്പിരിവ് നടത്തണം, അതിന് സർക്കാർ അനുമതി തരണം എന്ന് പറഞ്ഞിട്ട് പണപ്പിരിവല്ല സർ, അത് സാധ്യമല്ല. അങ്ങക്ക് ഒരു സജഷൻ കൊടുക്കാം ഗവൺമെന്റിന് ഇങ്ങനെ. പിന്നെ എന്റെ സംഘടന ഇത്ര പണം സ്വരൂപിച്ചത് വേണമെങ്കിൽ മറ്റ് നമുക്ക് കിട്ടുമല്ലോ വർക്കിംഗ് ഫണ്ട്, അതെടുത്ത് കൊടുക്കാം സർക്കാരിന്. ഒരു പൈസ പോലും നയാ പൈസ പോലും സർക്കാരിന് ചെലവില്ലാതെ പദ്ധതികളിലൂടെ നമുക്ക് സ്വരൂപിക്കാൻ സാധിക്കും. പദ്ധതികളിലൂടെ ആ പദ്ധതികൾ അങ്ങ് സർക്കാരിലേക്ക് സമർപ്പിക്കണം. ഇങ്ങനെ പദ്ധതികൾ ഒരു ഒപ്പീനിയനായി കൊടുക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പൊ പല ആളുകളിൽ നിന്നും പോസിറ്റീവ് ഐഡിയകൾ സ്വീകരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് അദ്ദേഹം പല ആളുകളുമായി ചർച്ച ചെയ്യാണ്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10 നിധികുംഭങ്ങൾ അങ്ങ് ഒരു കത്തിൽ എഴുതി ഇതാ ഇങ്ങനെ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാൻ. പക്ഷേ ഞാൻ പറഞ്ഞു ഈ കാര്യം എനിക്ക് അങ്ങ് ഉദ്ദേശിക്കുന്നത് നടപ്പിലാകുമെന്ന് അറിയില്ല. എനിക്ക് ഏതെങ്കിലും തരത്തിൽ പണം പിരിക്കാനോ ഏതെങ്കിലും തരത്തിൽ പ്രോജക്ടിന്റെ ഇതോ അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സർക്കാരിനേക്ക് ഒരു ശുപാർശ എന്ന നിലയിൽ ഇങ്ങനെ ചെയ്യാം എന്ന് താങ്കൾക്ക് സമർപ്പിക്കാവുന്നതേ. പണം പിരിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞതേയില്ല. നമ്മൾ മുഖാന്തരം എന്തെങ്കിലും പദ്ധതി നടപ്പിലാക്കണമെന്നും നമുക്ക് വാശി പിടിക്കുമല്ലോ. അത് സർക്കാർ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയെ കണ്ടെത്തേണ്ടതൊക്കെ സർക്കാരിന്റെ ജോലിയാണ്. പക്ഷെ നമുക്ക് ഒരു ഒപ്പീനിയൻ കൊടുക്കാം, ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ ഈ വന്ദേമാതരത്തിന്റെയും ജനഗണമനയുടെയും പുറകെ പോകാതെ പുതിയ ആപ്ലിക്കേഷൻ, പുതിയ എന്താ പറയുക ഇന്നോവേഷൻസ് കൊണ്ടുവന്ന് നമ്മുടെ കേരള ഖജനാവിനെ സമ്പുഷ്ടീകരിക്കുകയല്ലോ നല്ലത്. ഏറ്റവും നല്ലത് അങ്ങനത്തെ കാര്യങ്ങളല്ലേ, കാഴ്ചപ്പാടല്ലേ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ജനമിത്രയുടെ അതിന് അങ്ങേക്ക് അതിന് മാധ്യമങ്ങളുടെ ഒന്നും പിന്തുണ ആവശ്യമില്ല. ഈ പല ആളുകളും എല്ലാം മാധ്യമങ്ങളുടെ പിന്തുണയൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് ആവശ്യമില്ലെന്നേ. നമ്മൾ സർക്കാരിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കുക, അല്ലെങ്കിൽ സർ പൊതുജനങ്ങളുടെ നാവാണോ മാധ്യമങ്ങൾ? അതൊക്കെ ആയിരിക്കാം, പക്ഷെ സർക്കാരിൽ അപേക്ഷ കൊടുക്കാൻ മാധ്യമമാകുമ്പോൾ ശ്രീ ജനമിത്രൻ, അങ്ങ് ഇത് മനസ്സിലാക്കിയ മുഴുവൻ തെറ്റാണ്. അതായത് ജനങ്ങൾ ഇത് കേൾക്കൂ, അങ്ങ് ഇത് കേൾക്കാത്തതാണ്. അതായത് അങ്ങ് വിചാരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ അങ്ങ് ഇത് പറയുന്നു, അങ്ങനെ അങ്ങേ തേടി സർക്കാർ വരുന്നു, അങ്ങനെയല്ല. നമുക്ക് അല്ലാന്നേ പറയുന്നത് കേൾക്കൂ, അതാണ് പ്രശ്നം. ഇപ്പൊ എനിക്ക് ഒരു കാര്യം സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പം ഞാൻ അതിന് ആദ്യം ചെയ്യേണ്ടത് ഞാൻ അപേക്ഷ കൊടുക്കുകയാണ്. ആ അപേക്ഷ കൊടുത്ത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്, മാധ്യമങ്ങൾ ഇടപെടുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ എനിക്കൊരു 10 സെൻറ്റ് സ്ഥലം കിട്ടാനുള്ള അർഹതയുണ്ട് എന്ന് കരുതി ഞാനൊരു അപേക്ഷയും കൊടുക്കാതെ വീട്ടിലിരുന്നിട്ട് സർക്കാർ ഇങ്ങോട്ട് വന്ന് ചെയ്യണം എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. നമ്മൾ ആദ്യം അപേക്ഷ കൊടുക്കുന്നു, ചില ആളുകൾ കോടതിയിലേക്ക് പോകുന്നു, അങ്ങനെ എത്രയോ കേസുകൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ഇതിന്റെ പ്രോപ്പർ ചാനൽ ഇതാണ്. അങ്ങക്ക് ഇത് മുഴുവൻ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അങ്ങ് വിചാരിക്കുന്നത് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടി അങ്ങനെ താങ്കളെ തേടി ആളുകൾ വരുമെന്ന് വിചാരം ഒരിക്കലും കൊണ്ടു നടക്കരുത്. അതൊരു ശരിയായ രീതിയല്ല. ഞാൻ പറയുന്നത് അങ്ങ് ദയവായി ശ്രദ്ധിക്കൂ, അങ്ങനെ ഒരു ശരിയായ രീതിയല്ല. അങ്ങക്ക് അങ്ങയുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നമ്മുടെ നാടിന് ഗുണകരമായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഈ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ട് സർക്കാർ അത് ഏറ്റെടുക്കുന്നില്ല എന്ന് തോന്നിയാൽ അപ്പം അങ്ങക്ക് മാധ്യമങ്ങളെ സമീപിക്കാം. നോക്കൂ, ഞാൻ ഇങ്ങനെ ഒരു പദ്ധതി കൊടുത്തിട്ട് സർക്കാർ ഏറ്റെടുത്തിട്ടില്ല, അപ്പോഴാണ് അതിലൊരു ക്രെഡിബിലിറ്റി വരുന്നത്. അതല്ല അതിൻ്റെ കാര്യം. അപ്പോൾ സർക്കാർ വിശദീകരിക്കാൻ ബാധ്യസ്ഥരാകും എന്തുകൊണ്ട് ഏറ്റെടുത്തില്ല എന്ന്. അപ്പോൾ അവർ പറയും ഇങ്ങനെ വ്യക്തികളെ പണപ്പിരിവിന് ഏൽപ്പിക്കാൻ പറ്റില്ലെന്നോ, അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസികൾക്ക് ചില മാനദണ്ഡങ്ങളുണ്ടെന്നോ ഒക്കെ. ഇത് ശ്രദ്ധിക്കാതെ തർക്കിക്കുന്നു എന്നുള്ളതാണ് അങ്ങയുടെ ആദ്യത്തെ പ്രശ്നം. അങ്ങ് തർക്കിക്കുന്നതിന് വരെ ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് ചില ആളുകൾ, അത് ഈ പല ആളുകളും എന്താ സംഭവിച്ചിരുന്നത്, ജനമിത്രൻ, ഈ സിനിമ കണ്ട് നമ്മൾ പല ആളുകളും സിനിമയിൽ നടക്കുന്നത് പോലെ യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ നടക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതിന് സർക്കാർ സംവിധാനങ്ങൾക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. ആ സംവിധാനത്തിലൂടെ നമ്മൾ പോവുകയും അത് പ്രായോഗികമല്ലാതാവുകയും അത് വിജയിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും മാധ്യമങ്ങളും കോടതിയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പം നമ്മൾ കോടതി പോയി ഒരു കേസ് ആദ്യം തന്നെ കൊടുക്കില്ലല്ലോ. നമ്മൾ പ്രോപ്പറായ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് നടപ്പിലാതാകുമ്പോൾ, അത് നീതി കിട്ടാതാകുമ്പോഴാണ് നമ്മൾ കോടതിയിലേക്ക് പോകുന്നത്. അല്ലാതെ ആദ്യം തന്നെ കോടതിയിലേക്ക് പോയാൽ കോടതി സമ്മതിക്കും. നിങ്ങളിത് ബന്ധപ്പെട്ട ഓഫീസർ കൺസേൺഡിനെ അറിയിച്ചോ, അയാളിൽ നിന്ന് അപേക്ഷ കൊടുത്തോ എന്ന് അവിടെ ചോദിക്കൂലേ? അതെല്ലായിടത്തും ചോദിക്കും. അപ്പൊ അങ്ങയോടെ എനിക്ക് അങ്ങ് ഇത് ദയവായി കേൾക്കണം. അങ്ങ് എന്നെ അങ്ങ് തർക്കിച്ച് തോൽപ്പിക്കാമെന്ന് വിചാരിക്കുന്നതിൽ അങ്ങക്ക് പാകപ്പിഴ പറ്റും. അങ്ങ് വീട്ടിൽ ഈ പദ്ധതിയും വെച്ച് ഇരിക്കലേ ഉണ്ടാവൂ, ആരും അങ്ങേ തേടി വരില്ല, മാധ്യമങ്ങളൊക്കെ അങ്ങേ തേടി വരുമെന്ന് അങ്ങ് വിചാരിക്കണ്ട. അങ്ങ് ആദ്യം ഈ പദ്ധതി സമർപ്പിക്കുക. ഇത് കേൾക്കൂ, ദയവായി ഇത് കേൾക്കൂ.
എനിക്കിത് ഇനി ഇതിനപ്പുറത്തേക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അങ്ങ് ഈ പദ്ധതി സർക്കാരിന് സമർപ്പിക്കുക, സർക്കാർ എടുക്കുന്നില്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങേക്ക് പ്രക്ഷോഭം നടത്താം. അപ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ വരും, എല്ലാം അങ്ങേ തേടി വരും. അതാണ് അതിലെ കാര്യം. അല്ലാതെ ഞാനിങ്ങനെ ഒരു എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എന്ന് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും വരും. ഇപ്രാവശ്യം ഞങ്ങൾ മത്സരിക്കാനിരുന്നതാണ് സാർ, ഒരു സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അതിനകത്ത് വരും. അപ്പോൾ അങ്ങേക്ക് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തീർത്ത് അത് പരിഹരിക്കാൻ കഴിയട്ടെ എന്നാണ് വിചാരം. ഏതായാലും അങ്ങയുടെ പദ്ധതി എന്താണെന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ എന്ത് പദ്ധതിയാണെങ്കിലും സർക്കാരിന് സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ അങ്ങയുടെ ഒരു ഒപ്പീനിയൻ സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഞാനത് ഇത് ബാക്കിയും കൂടി കേൾക്കൂ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വി.ഡി. സതീശൻ പല ഉദ്യോഗസ്ഥരോടും പുതിയ ഐഡിയാസ് ചോദിക്കുന്നു എന്നാണ് മനസ്സിലായത്. നമ്മുടെ കേൾക്കുന്നു, ഇത് കേൾക്കാതെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ട് പിന്നെ ഒന്നാമത്തെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നാമത് ഈ IAS-കാരെയും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രീമാൻ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇനി എന്നെ ഒന്ന് സംസാരിക്കാനാണ്. അല്ല, അങ്ങ് ഇത് കേൾക്കും, മുഴുവൻ കേൾക്കുമെന്ന് എന്നിട്ട് അങ്ങ് ചോദിച്ചോ. അപ്പൊ ഇത് അങ്ങ് ഞാൻ പറഞ്ഞത് അങ്ങ് കേൾക്കാതെ അങ്ങ് എന്നോട് തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അങ്ങനെ എന്റെ പൊന്നി, ഞാൻ തോറ്റു. എനിക്കിത് പറഞ്ഞു തരാൻ പിന്നെ എങ്ങനെയാണിത്? അപ്പൊ അങ്ങ് ഇത് സമർപ്പിക്കുന്ന അദ്ദേഹം പല ഉദ്യോഗസ്ഥരെയും കാണുകയും അവരിൽ നിന്നെല്ലാം അഭിപ്രായങ്ങൾ സ്വരൂപിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങയ്ക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, ഇതൊരു വലിയ വിഷയമല്ല. ഞാൻ അതാണ് പറഞ്ഞത് സർ. ഇപ്പോൾ താങ്കളോട് സംസാരിച്ചപ്പോഴാണ് ശ്രീ വി.ഡി. സതീശൻ സർ അങ്ങനെ ഒരു കാര്യം നടത്തുന്നതായിട്ട് അറിയാൻ പറ്റിയത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു പുതിയൊരു കളക്ഷനാണ്. ഞാൻ ആ വഴിയും പിന്നെ അദ്ദേഹത്തെ സമീപിക്കും, അതിൻ്റെ അകത്ത് കാര്യമില്ല. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഇനിയും ചെയ്യേണ്ട ഈ 5 വർഷവും ചെയ്യേണ്ടത്, സർക്കാർ ചെയ്യേണ്ടത് പൊതുജനങ്ങൾക്ക് അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉയർത്തുന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം ജനമിത്ര അതിന് ഫുൾ സപ്പോർട്ടാണ് വി.ഡി. സതീശൻ സാറിന്. ഞങ്ങൾ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന വ്യക്തികളല്ല എങ്കിൽ കൂടി ഞങ്ങൾ ആ ഒരു സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി എന്നും പിന്നെ പൊതുജന രംഗത്തുണ്ടാകുമെന്ന് മാത്രമാണ് അറിയിക്കുന്നത്. അല്ലാതെ നമ്മൾ വന്ദേ മാതരത്തിനോ പിന്നെ ജനഗണമനയ്ക്കോ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള പിന്നെ കർമ്മ പദ്ധതികൾ അതിൽ നിന്ന് സ്കിപ്പായി പോകും. അപ്പോൾ നമ്മൾ നാളെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പരിപാടി ഇന്നോവേഷൻസിന്റെ ഒരു ചർച്ച വെക്കാമല്ലോ. നമ്മുടെ സുഹൃത്തെ, ഞങ്ങൾ ഇന്നോവേഷനെ കുറിച്ചൊക്കെ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്നവരാണ് മാധ്യമങ്ങൾ. ഇപ്പം ഞങ്ങളുടെ തന്നെ ഇതൊന്നും ഞാനിങ്ങനെ എല്ലാം വിസ്തരിച്ചുകൊണ്ട് പറഞ്ഞ് അങ്ങിത ഒരുപക്ഷെ ആദ്യമായിട്ട് കാണായിരിക്കും. News 18 എന്ന സംവിധാനം റൈസിംഗ് കേരള, റൈസിംഗ് ഇന്ത്യ എന്ന തരത്തിൽ റൈസിംഗ് കേരള മാത്രമല്ല, റൈസിംഗ് തമിഴ്നാട്, റൈസിംഗ് കർണാടക, റൈസിംഗ് അങ്ങനെ ഇന്ത്യയിലെ റൈസിംഗ് ഗുജറാത്ത്, റൈസിംഗ് ഉത്തർപ്രദേശ്, റൈസിംഗ് അഹോം നോർത്ത് ഈസ്റ്റ്, അങ്ങനെ സംസ്ഥാനത്തുടനീളം ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ച്, നിക്ഷേപക സൗഹൃദത്തെ വരുത്തുന്നതിനെ കുറിച്ചൊക്കെ ഭീമമായ പദ്ധതികൾ ലോക്കൽ അടിസ്ഥാനത്തിൽ നടത്തുന്നു. അതോടൊപ്പം ദേശീയ അടിസ്ഥാനത്തിൽ റൈസിംഗ് ഇന്ത്യ, പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ പങ്കെടുത്തുകൊണ്ടുള്ള റൈസിംഗ് ഇന്ത്യ ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്തി, അതിന് മുന്നത്തെ വർഷം നടത്തി. ഇവിടെയും കഴിഞ്ഞ തവണ അത് റൈസിംഗ് കേരള നടത്തി. അതിൽ മുഖ്യമന്ത്രി പങ്കെടുത്തു, പ്രതിപക്ഷ നേതാവ് പങ്കെടുത്തു. ഇനിയും റൈസിംഗ് കേരളകൾ നടക്കും, അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില ആളുകളുടെ ധാരണ ആരും ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല എന്നല്ല, നമ്മളെല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. വി.ഡി. സതീശനായാലും പിണറായി വിജയനായാലും എല്ലാവരും ലക്ഷ്യം വെച്ചത് കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ എല്ലാവരും പലതരത്തിൽ ആരായുന്നുണ്ട്. അല്ല, റിസൾട്ട് ഉണ്ടോ എന്ന് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ആളല്ല. പക്ഷേ അതെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങ് വിചാരിക്കുന്നത് ആരും ഒന്നും ചെയ്യുന്നില്ല, ഇവരെയൊക്കെ ഞാൻ ബോധവൽക്കരിച്ച് കളയാമെന്ന് അങ്ങ് വിചാരിച്ചാലും സന്തോഷം. പക്ഷേ ഇത് അങ്ങക്കും സംഘടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഹണിമൂൺ പീരീഡ് ആണ്. ഇപ്പോൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർ അതിനെപ്പറ്റി ചർച്ച ചെയ്യുള്ളൂ, അതിന്റെ പോസിബിലിറ്റീസ് വിശകലനം ചെയ്യുള്ളൂ. അതുകൊണ്ട് പറഞ്ഞൊന്ന് മാത്രമേ, ഞങ്ങൾക്ക് ജനമിത്ര എന്നൊരു ചാനൽ തന്നെ ഉണ്ട്. പിന്നെ അതിന്റെ അകത്ത് നമ്മുടെ ജനമിത്ര ഫിലിംസിന്റെ 6 പാട്ടും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഒന്ന് കേട്ട് നോക്കുക. അതിനകത്ത് ഞാനൊരു പദ്ധതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം മാധ്യമങ്ങളും. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നിങ്ങളെ ഈ ഒരു വിഷയത്തിൽ നിന്ന് വയലേറ്റ് ചെയ്താണെങ്കിലും ഇത്രയും സംസാരിച്ചു. താങ്ക് യു, ധന്യവാദം. ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ചേരുന്ന ബിനു ചടയമംഗലം, നമ്മുടെ ബിനു ചടയമംഗലംകാരനാണല്ലോ, ബിനുകുമാർ. സാറേ, നമ്മുടെ സമയം മൊത്തം ജനമിത്ര കൊണ്ടുപോയില്ല സാറേ. കുഴപ്പമില്ല, നാട് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനല്ലേ അദ്ദേഹം. എന്തൊക്കെയോ സാറേ, അതുപോലെ തന്നെ വന്ദേ മാതരം നമ്മുടെ പുതിയ മന്ത്രിസഭയിൽ വീണ്ടും വന്നിരിക്കുകയാണ് സാറേ. എനിക്ക് പറയാനുള്ളത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറും ആയിട്ടുള്ള ഒരു യുദ്ധമായിട്ട് പോവാതെ ഗവർണർ നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുന്നത് അങ്ങനെയാണ് ഞാനും മനസ്സിലാക്കിയത്. കാരണം സർക്കാരും ഗവർണറിനോട് പോരില്ല,
കേന്ദ്രത്തിൽ നിന്ന് പരമാവധി നയപരമായ രീതിയിലൂടെ പരമാവധി പൈസ വാങ്ങിച്ചെടുക്കുക, സംസ്ഥാനത്തിന്റെ വികസനം ഉറപ്പാക്കുക എന്ന രീതിയിലാണ് സർക്കാർ പോയത്. അതെ അതെ, അത് സതീശന്റെ ഒരു നയത്തിന്റെ ഭാഗമായ വളരെ വിജയം വരും. കാരണം പിന്നെ നമ്മുടെ ഭാരതമ്മയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊളിറ്റിക്സ് ഒക്കെ വരുന്നതിന് മുമ്പ്, രാജഭരണ സമയത്തിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ ഒരു പൈതൃകമുണ്ട്. നമ്മുടെ ഭൂമിയെ നമ്മൾ അമ്മയായിട്ടാണ് കണ്ടത്. സമുദായം ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ രണ്ട് സ്വീകരിച്ച നമ്മുടെ ഭാരതാമ്മ, ഒരു വന്ദേ മാതരം, ആ അമ്മയെ ഞാൻ വന്ദിക്കുന്നു എന്നുള്ള മാത്രം ഒരു വരിയാണ് അതിനകത്തുള്ളത്. അതിപ്പോ 4 വരിയായാലും 2 വരിയായാലും നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അമ്മ സങ്കല്പമാണ്. നമ്മുടെ അമ്മയെ നമ്മൾ വന്ദിക്കണം. ആ ഒരു മനോഭാവത്തിൽ എല്ലാവരും മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. കൂടുതൽ പ്രതികരണങ്ങൾ ഒക്കെ ഉണ്ട്, ഞാനതൊക്കെ വായിക്കാം. അപ്പോൾ ഒരു ചെറിയ ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ ചില പ്രേക്ഷകർ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷിജു എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹം പറയുന്നത്, ആസ് ഫാർ ആസ് ദി കോൺട്രവേഴ്ഷ്യൽ ലൈൻസ് ഹാവ് ബീൻ ഒമിറ്റഡ്, നോ നീഡ് ടു മേക്ക് ആൻ ഇഷ്യൂ ഔട്ട് ഓഫ് ഇറ്റ് എന്നാണ് പറയുന്നത്. ശരത് ബാലരാമപുരം നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ശരത്തിന് എൻ്റെ ആശംസകൾ. സുനിമോൾ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, എന്നോടൊപ്പം ഉണ്ട്. പ്രമോദ് നാണു വന്ദേ മാതരം ഭാരത് മാതാ കി ജയ് എന്നൊക്കെ പറഞ്ഞ് ചുവന്ന ഹൃദയമൊക്കെ അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ഒരു പണിയില്ലെന്ന് സജീവ് ചോദിക്കുന്നുണ്ട്. ഏതായാലും വന്ദേ മാതരം പൂർണ്ണമായി വായിക്കണം എന്ന് അതിന് മറുപടിയായി സുനിമോളും പറയുന്നുണ്ട്. ഇന്ദിര എനിക്ക് പ്രമോദ് നാണു ശ്രീമതി ഇന്ദിരയ്ക്ക് കാവ്യഹൃദയങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വന്ദേ മാതരം പൂർണ്ണമായി പാടണമായിരുന്നു എന്നാണ് സുനിമോളിൻ്റെ അഭിപ്രായം. ഗോപാലകൃഷ്ണൻ കേശവൻ പിള്ളை പറയുന്നു, മുരളീധരൻസ് ഒപ്പീനിയൻ ഇസ് കറക്റ്റ് എന്ന് പറയുന്നു. നിങ്ങൾ 3 ദിവസമായി സതീഷിൻ്റെ പിന്നാലെ നടന്നു. ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. പിന്നെ വന്ദേമാതരം അല്ല, ആ വിഷയമായിരുന്നു ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ശ്രീ ശശിധരൻ പിള്ളയ്ക്ക് അത് ഓൾറെഡി അദ്ദേഹം വിശദീകരിച്ച് കഴിഞ്ഞല്ലോ. ഇനി അതിലെന്താ ചർച്ച ചെയ്യാനുള്ളതെന്ന് എനിക്കറിയില്ല. നോക്കാം, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു ചർച്ചയും വെച്ച് കഴിയും. അദ്ദേഹം വിശദീകരിച്ചത് ഇനി ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം. അപ്പോൾ സാം എന്നോട് പറയുന്നത് ഇന്ദിര ചെങ്ങന്നൂരിന് പിന്തുണയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ദിര ചെങ്ങന്നൂരിന് ഒരുപാട് പേർ പിന്തുണയ്ക്കുന്നുണ്ട്. വന്ദേ മാതരം ദേശീയ ഗീതമല്ലേ, അത് മുഴുവൻ ആലപിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ സർക്കാരിന് എന്താണ് പ്രശ്നം? സത്യം പറഞ്ഞാൽ ഇത് മാറണമെന്ന് ജനാധിപത്യം. പ്രസാദ്, ഓക്കെ, എനിക്ക് ചുവന്ന പൂക്കൾ ധാരാളം നമ്മുടെ ഷിജു അയച്ചു തരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു ഷിജു. ശ്രീധരൻ നമുക്കൊപ്പം ചേർന്നിരിക്കും, ശശിധരൻ. ഓക്കെ, അപ്പോൾ എന്നോട് ഗോമാതജി പറയുന്നത്, ഇന്നലെ കൃഷ്ണൻകുട്ടി മണിമല സംസാരിച്ചത് ശരിയായില്ല, വർഗീസായിട്ട് എന്തുകൊണ്ട് തർക്കമുണ്ടായി എന്ന് കൃഷ്ണൻകുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നാണ്. അദ്ദേഹത്തിന് അത് മനസ്സിലായി കാണും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് രണ്ടുപേരും സംസാരിക്കുമ്പോൾ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ വളരെ സിമ്പിളായിട്ട് PCR-ലിരുന്ന് അപ്പുറത്തെ ആളുടെ സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ കഴിയും. അത് വളരെ എളുപ്പമുള്ള ഒരു പണിയാണ്. പക്ഷേ ഞാൻ കുറേ കൂടി ജനാധിപത്യമായ രീതിയിൽ നിലപാടെടുക്കുന്നത് കൊണ്ടാണ് അവരും കൂടി ഇത് കേൾക്കണം. നമ്മളിത് ഒരു ചർച്ചയും ഒരു സംവാദവും നമുക്ക് പരസ്പര ആശയങ്ങൾ പങ്കുവയ്ക്കാനും തിരുത്താനും ഒക്കെ ഉള്ളൊരു ഇടമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കേട്ടുപഠിച്ച കാര്യം ഇവിടെ വന്ന് ഗർജിക്കാനുള്ളൊരു സ്ഥലമല്ല അത്. മറിച്ച് നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയുകയും തിരുത്താനും പരസ്പരം മനസ്സിലാക്കാനും ഉള്ളൊരു ഇടമാണ് പൊതുവേദി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കൂടുതൽ കമൻറ്റുകളുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. അമ്പിളി എന്നോടൊപ്പം ചേരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. ശ്രീ അമ്പിളി, ഹലോ സർ. നമസ്കാരം. നമസ്കാരം സർ. അമ്പിളി, ഈ വിവാദമൊക്കെ കേൾക്കുന്നുണ്ടോ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട്? ഇത് സർക്കാരും ഗവർണറും തമ്മിൽ പോര് മുറുകുമെന്നാണ് സംശയം. അത് പോര് മുറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ വന്ദേ മാതരം എന്ന് പറയുന്നത് ബഹുമാനിക്കണ ഒരു ആളാണ്. അപ്പൊ നമ്മുടെ രാജ്യമല്ലേ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്താ ഒരു ദേശീയ ഗീതം അത് മുഴുവനായിട്ട് പാടുന്നുണ്ട്, എന്താ കുഴപ്പം? അത് എതിർത്ത ആൾക്കാരൊക്കെ പണ്ടേ ഭാഗം വാങ്ങിച്ചു പോയതല്ലേ സാർ. എന്റെ അഭിപ്രായം അങ്ങനെയാണ്. അപ്പൊ അതിനുശേഷം ഇതിപ്പോ വീണ്ടും അതൊരു വിവാദമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അല്ല, അത് ഇവിടുന്ന് പോയ ആളുകൾ മതപരമായ ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടതാണ്. മതേതര ഇന്ത്യ വേണം എന്ന് നിലപാടെടുത്തവരാണ് ഇവിടെ തുടർന്നത്. അപ്പോൾ അതാണ് അതിലെ തർക്കം. പോകാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അന്ന് പോയ ആൾക്കാർ മൊത്തം അവരുടെ രാജ്യം മേടിച്ചിട്ട് തന്നെയാണല്ലോ പോയിട്ടുള്ളത്.
അപ്പൊ ഇപ്പൊ നമ്മൾ വന്നിട്ട് ആ പാട്ടിലെന്താ അതിനകത്ത് ഒരു ഹിന്ദു, ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് ആയാലും ഹിന്ദുസിന് വേറെ മുസ്ലിംസിന് വേറെ അങ്ങനെയൊന്നും ഒരു കാര്യത്തിലും ചെയ്യണില്ല. അതായത് ഞാൻ പറഞ്ഞത് നമ്മളെ സെൻട്രൽ ഗവൺമെന്റ് കാര്യമാണ്. അല്ല ഇതിൽ തർക്കം വന്നത് ഈ ഗാനത്തിൽ ഹിന്ദു ദൈവങ്ങളുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു തർക്കമായി വന്നത്. ഇത് ഇന്ന് വന്നതല്ല, വളരെ മുമ്പ് വന്നതാണ്. അതിനൊരു കോംപ്രമൈസ് ഫോർമുല എന്ന നിലയിലാണ് ഇത് പിന്നെ ഇങ്ങനെ ആദ്യത്തെ 2 സ്റ്റാൻസ എന്ന തരത്തിലെടുത്തത്. അതാണ് അത് കോംപ്രമൈസ് ചെയ്തപ്പോ അത് കുറച്ചിരുന്നല്ലോ. അന്നത്തെ ഗവൺമെന്റ് തന്നെയല്ല അത് ചെയ്തിരുന്നേ. അപ്പൊ അന്നത്തെ ഗവൺമെന്റ് ചെയ്തിരുന്നപ്പോ അത് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഗവൺമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർ ആക്സെപ്റ്റ് ചെയ്ത് തന്നെ ആവണം. നമ്മുടെ രാജ്യത്തിന്റെ റൂൾസ് നമ്മൾ അത് ഏത് റൂൾസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേരള ഗവൺമെന്റ് എന്തെങ്കിലും റൂൾസ് ഇട്ടാൽ നമ്മൾക്ക് ഓപ്പോസിറ്റ് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് എന്തെങ്കിലും റൂൾസ് ഇട്ടാൽ നമ്മൾ അനുസരിക്കണം. അത് തീർച്ചയായിട്ടും അനുസരിച്ച് തന്നെ പോകണം, അതേത് ഗവൺമെന്റ് ആയാലും. അപ്പൊ ശ്രീമതി അമ്പിളി ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണോ? ഞാൻ ജോലി ചെയ്യുന്നില്ല. എനിക്ക് പോളിറ്റിക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബേസിക്കലി ഞാൻ മോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് രാഷ്ട്രീയം. ഞാൻ മുമ്പ് രാഷ്ട്രീയം ഒന്നായിരുന്നില്ല. ആഫ്റ്റർ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഞാൻ മാറ്റങ്ങളൊക്കെ ശ്രദ്ധിച്ചതും എന്തൊക്കെ മാറ്റങ്ങളാണ് BJP വന്നേ പിന്നെ ഇവിടെ വന്നിട്ടുള്ളതെന്ന് ഞാൻ കറക്റ്റായിട്ട് അറിയണ ഒരാളാണ്. ഞാൻ ട്രാവൽ അവിടെ പുതിയ മുഖ്യമന്ത്രി വരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർണാടക ഇവിടെ എല്ലാവരും കാത്തിരിക്കുകയാണ് അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് BJPക്ക് വോട്ട് ചെയ്യാനായിട്ട്, ഇവിടെ ഗവൺമെന്റിനെ മാറ്റാനായിട്ട്. അപ്പൊ ശ്രീമതി അമ്പിളിയുടെ വീട്ടിലെ മറ്റാളുകളൊക്കെ BJP അനുകൂലികളാണോ? സാർ അങ്ങനെ ഞാനങ്ങനെ BJPയിലാണ്. അങ്ങനെ എനിക്ക് ഭയങ്കര എല്ലാവരും മോദി അനുകൂലികളാണോ? മോഡി എനിക്ക് ഹസ്ബൻഡിന്റെ മക്കളുണ്ട്, അവരൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇത് ചെയ്യില്ല. ഞാൻ ഈ ന്യൂസും ഒക്കെ കാണും. പിന്നെ എനിക്ക് ഈ മോദി അനുകൂല നിലപാട് ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ ഹസ്ബൻഡും മക്കളൊക്കെ എന്താ പറയുന്നത്? അവർക്ക് അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കാരണം അവരും കാണുന്നതല്ലേ. അപ്പൊ നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ 14 years ബാക്ക് വന്ന ഒരു സ്ഥലം, ആ സമയത്ത് ഞാൻ വരുമ്പോ ഉണ്ടായിരുന്ന അനുഭവങ്ങളൊന്നുമല്ല ഇപ്പൊ എനിക്ക് കിട്ടുന്നത്. അത് ട്രാവലിംഗിലായാലും ഒരു റെയിൽവേയിലായാലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ മോഡി ഭക്താണെന്നൊക്കെ എന്നോട് ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കും ചിലപ്പോ ഓപ്പോസിറ്റ്. അതായത് ശരിക്കും ഭക്താണ്, ഭയങ്കര ഭക്തിയാണ്. അതെ, വീണ്ടും 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 അവര് തന്നെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അഭിമാനമാണ് വരുമ്പോഴൊക്കെ. ഇപ്പം നാട്ടിലിപ്പോ 3 സീറ്റ് കിട്ടിയപ്പോഴത്തേനും ഞാനിവിടെ തുള്ളിച്ചാടായിരുന്നു സത്യം പറഞ്ഞ. എന്റെ വീട് കൊടുങ്ങല്ലൂരാണ്. അതെ, എടവിലങ്ങാണ് കൊടുങ്ങല്ലൂർ. ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ തന്നെ കിട്ടിയപ്പോ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. നെഞ്ചൊക്കെ ഇങ്ങനെ പടപടാന്ന് ഇടിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു TV ഷോയിലേക്ക് തന്നെ വിളിക്കുന്നത്. അതുകൊണ്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നതിന് ഞാൻ വിചാരിച്ചില്ല. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ്സ് വന്നു. അപ്പൊ ഭയങ്കര സന്തോഷം. മനു സാറിന് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കാണും. ഞാൻ എപ്പോഴും TV വെച്ചിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ. അതുമാതിരത്തെ ഒരു ഫാനാണ് TV ന്യൂസിന്റെ. പക്ഷെ നിങ്ങളുടെ ഷോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് മിസ് ചെയ്യില്ല, കാണും എപ്പോഴും. പക്ഷെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വിളിച്ചത്. ഒരുപാട് നന്ദി. ഏതായാലും അത് ഇത്രയും വലിയൊരു പ്രശംസ കിട്ടുമ്പോൾ ഞാനും വലിയ സന്തോഷത്തിലാണ്. അപ്പൊ ഏതായാലും വിളിക്കാനും അത് പറയാനും ആ നിലപാട് സധൈര്യത്തോടെ പറയാനും കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷം. മനു സാറ് ഭയങ്കര എന്താ പറയാ, എല്ലാരോടും അവരുടെ ഫാമിലി ആയിട്ട് സംസാരിക്കുന്ന പോലെ ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പൊ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ആരായാലും ഏത് പാർട്ടി ആയാലും, എനിക്ക് മനു സാറിന്റെ പാർട്ടി ഒന്നും എനിക്കറിയില്ല, പക്ഷെ ഏത് പാർട്ടി ആയാലും അവരെയൊന്നും പിണക്കാതെ ഇങ്ങനെ സംസാരിക്കുക, അതൊരു വല്ലാത്തൊരു കഴിവാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ മനു സാറിന് കിട്ടിയത് ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ കുടുംബത്തിലെ ഹസ്ബൻഡിനോടും മക്കളോടും ഒക്കെ എന്റെ അന്വേഷണം അറിയിക്കണം, അവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ. ഓക്കെ സാർ. അവർ കാണുന്നില്ല, ആള് ഡ്യൂട്ടിയിലായിരിക്കും, മക്കളൊക്കെ പുറത്താണ്, പഠിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായാലും പറയും, ഈ സന്തോഷം ഞാൻ അറിയിക്കാതിരിക്കില്ല എന്തായാലും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഓക്കെ സാർ, താങ്ക് യു സാർ. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകയാണ് വിളിച്ചത്. അവർക്ക് വളരെയധികം സന്തോഷം പൊതുവേദിയുടെ ഭാഗം. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് പൊതുവേദി ഇങ്ങനെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഇത് കേൾക്കുമ്പം നമുക്കൊരു സന്തോഷവും ഇഷ്ടമാണ്. സത്യത്തിൽ പൊതുവേദിയുടെ ഒരു വലിയൊരു അതാണ്, എല്ലാവരും നമ്മളൊരു കുടുംബം പോലെ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ശ്രീമതി സൗമ്യ ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു പ്രേക്ഷക എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. മേ ബി കോൺട്രസ്റ്റ് തിങ്സ് വന്ദേ മാതരം ബിലോങ്സ് ടു BJP എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ രാധാകൃഷ്ണൻ ഇസ് റൈറ്റ് ഇൻ കേസ് ഓഫ് ഇന്ദിര എന്ന് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ ചിലർ പിന്തുണയ്ക്കുന്നു. ഇടത് ആളുകൾ അടുത്ത സഭയിൽ കാണില്ല എന്ന് എന്നോട് പ്രമോദ് നാണു പറയുന്നു. നോക്കാം. വിജയ് ചന്ദ്രൻ നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. വെൽക്കം മനു എന്നൊക്കെ എനിക്ക് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു വിജയ് ചന്ദ്രൻ, നൈസ് ടു ഹിയർ ഫ്രം യു. കഴിഞ്ഞ ഗവർണർ എന്തെല്ലാം കാര്യങ്ങൾ ബലം പിടിച്ചു, വല്ലതും നടന്നോ? ഇപ്പോൾ ഗവർണർ വെറും റബ്ബർ സ്റ്റാമ്പാണ് എന്ന്
ശശിധരൻ പിള്ള എന്നോട് പറയുന്നുണ്ട്, റബ്ബർ സ്റ്റാമ്പല്ല, ഗവർണർക്കൊരു ചില ഉത്തരവാദിത്തങ്ങളുണ്ട്, ചില ദൗത്യങ്ങളുണ്ട്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭംഗി അതിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും ക്കും അവരുടേതായ അധികാരങ്ങളുണ്ട്, പക്ഷേ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് എന്ന് പറയുന്ന ഒരു പ്രവണത. ആരും പരമാധികാരിയാകുന്നില്ല, പക്ഷേ എല്ലാവർക്കും പലതരത്തിലുള്ള അധികാരങ്ങളുണ്ട്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ വലിയൊരു സൗന്ദര്യമാണ്. ഓക്കെ, ഗോമാതാജി പറയുകയാണ് സെക്കുലർ എന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തത് എമർജൻസി പീരീഡിലാണ് എന്ന് പറയുന്നു. നോ ഒപ്പോസിഷൻ കൺസൾട്ടേഷൻ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ല എന്ന് ഗോമാതാജി പറയുന്നു. പക്ഷേ അവിടെ ഒരു ഗോമാതാജി ഒരു ചെറിയ കറക്ഷൻ എനിക്ക് പറയാനുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന ഘട്ടങ്ങളിലും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സിലെല്ലാം ഇന്ത്യ ഒരു മതേതര രാജ്യം എന്ന ഒരു പേര് അതിൻ്റെ പ്രിയാമ്പിളിൽ വേണം എന്നൊക്കെ ആലോചനകളൊക്കെ വന്നിരുന്നു. പക്ഷേ അന്ന് ഭരണഘടനാ ശില്പികളൊക്കെ പറഞ്ഞത് അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടൊരു മതേതരത്വത്തിൻ്റെ ആവശ്യമല്ല, നമ്മൾ ഇൻഹറൻ്റായി മതേതരമാണ് ഈ രാജ്യം എന്നതാണ്. ഇൻഹറൻ്റായി, അതായത് ആന്തരികമായി ഉള്ളിൽ തട്ടിയ ഒരു മതേതര സ്വഭാവമുള്ളൊരു നാടാണിത്. ഇവിടേക്ക് എത്രയായിരം മനുഷ്യർ ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് വന്നു. അവർ വ്യത്യസ്തമായ ഗോത്രങ്ങളിൽ നിന്ന്, ജാതി, മത, ഭാഷ, വേഷ, ഭൂഷണ, ഭക്ഷണ രീതികളൊക്കെ അവലംബിച്ച് എത്രയോ ആയിരം മനുഷ്യരിവിടെ വന്നു. അവരെല്ലാം ഇവിടെ ഇതിൻ്റെ ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായി നിൽക്കുകയും എല്ലാവരോടും വലിയ ഒരു സഹവർത്തിത്വ മനോഭാവം ഇവിടെ നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് ഇതൊരു മതേതര സ്വഭാവം എന്ന് എഴുതി വയ്ക്കാതെ തന്നെ അങ്ങനെ ഉണ്ട് എന്നാണ് പലരും വാദിച്ചത്. അതുകൊണ്ടാണ് അത് വന്നില്ല. പക്ഷേ അതിനുശേഷം ഇന്ദിരാഗാന്ധി എമർജൻസിക്ക് ശേഷം അത് കൂടി ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ മുരളീധരൻ നായർ എന്നോടൊപ്പം ചേർന്നുകൊണ്ട് സന്തോഷം. മുരളീധരൻ നായരെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. അതുപോലെ സുനിൽകുമാർ വന്നിട്ടുണ്ട്. സുനിൽകുമാറിന് സന്തോഷം. കമ്മ്യൂണിസം ഈസ് എ പോയ്സൺ എന്നാണ് വിജയചന്ദ്രൻ എന്നോട് പറയുന്നത്. ഓക്കെ, ഹിന്ദുത്വം വരുന്ന വഴിയാണ് വന്ദേ മാതരം, യാതൊരു കാരണവശാലും പാടില്ല എന്ന് നമ്മുടെ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നു. ഗൗതം പറയുന്നു, മനു പെൻഷൻ പൈസ കിട്ടിയില്ല, UDF സർക്കാർ വന്നു, എവിടെ പെൻഷൻ പൈസ, ഇരുണ്ട കാലത്തിലേക്ക് കൊണ്ടുപോകാനാണോ സതീശൻ ലക്ഷ്യമിടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ പെൻഷൻ പൈസ കിട്ടാത്ത ഒരു വലിയ വിഷയം തന്നെയാണ്, അത് കറക്റ്റാണ്, ഉണ്ടെങ്കിൽ അത് ഞാൻ നോക്കുന്നുണ്ട്. വന്ദേ മാതരം ചൊല്ലാതെ ഇന്ത്യയുടെ പ്രതിജ്ഞ പണ്ട് സ്കൂളുകളിലൊക്കെ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുക്കുമായിരുന്നു എന്ന് VC തോമസ് എന്നോട് പറയുന്നു. ഹ്യൂജ് താങ്ക്സ് ഫോർ മനു ഫോർ പ്രൊവൈഡിങ് ഇനഫ് ടൈം ടു രാധാകൃഷ്ണൻ ടു റേസ് ഹിസ് വാല്യുബിൾ പോയിന്റ്സ് എന്ന് എന്നോട് ഷിജു പറയുന്നു. ചാത്തന്നൂർ രാധാകൃഷ്ണൻ സ്വന്തം പേരിലെ മതച്ചായ്വ് ആദ്യം മാറ്റണമെന്നാണ്. അതിലെന്താണ് മതച്ചായ്വ് എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോടൊപ്പം രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഡസ് നോട്ട് നോ ദി ഓൺ ഗോയിങ് വാർ എന്ന് പറയുന്നു. ഓക്കെ, അത് പറയുന്നത് സാം ആണ്. രാവിലെ ആകാശവാണി തുടങ്ങുന്നത് വന്ദേമാതരം പാടിയാണ്. ആകാശവാണി ബഹിഷ്കരിക്കുമോ ഇടത് നവോത്ഥാനക്കാരെ എന്ന് പരിഹസിക്കുന്നു സുനിൽ. രാധാകൃഷ്ണൻ ചാത്തന്നൂരിനെ അനുമോദിക്കുന്നു സന്തോഷ് പാരിപ്പായി. രാധാകൃഷ്ണൻ ചാത്തന്നൂർ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു എന്നാണ്. ഞാൻ കൂടുതൽ പ്രതികരണങ്ങളിലേക്കൊക്കെ വരാം. എന്നോടൊപ്പം വിജയൻ കൊല്ലത്തുനിന്ന് ചേരുന്നു. ശ്രീ വിജയൻ. നമസ്തേ സാറേ. നമസ്കാരം. വന്ദേമാതരവും ജനഗണമനയും പിന്നെ ജനഗീതവും ഇതിനകത്തൊന്നും ഒരു അനാവശ്യമായ വാക്കുകളും വൃത്തികെട്ട വാക്കുകളും ഒന്നും ഇല്ലല്ലോ സാറേ. ഇത് ചെല്ലുന്നത് നമ്മുടെ ഭാരതാംബയെ വന്ദിക്കാൻ വേണ്ടി വന്ദേമാതരം ചെല്ലുന്നതിൽ എന്താ തെറ്റെന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, ആർക്കും മനസ്സിലാവത്തില്ല, ഇവിടെയുള്ള ജനങ്ങൾക്ക് ആർക്കും മനസ്സിലാവത്തില്ല. ദേശീയ ഗീതത്തിൽ ഒരു മതത്തിന്റെ മാത്രം ദൈവങ്ങളും അങ്ങനെയുള്ളൊരു പ്രവണത. അല്ല, അത് നേരത്തെ ഒരു സഹോദരി പറഞ്ഞ കണക്ക് അവര് മതരാഷ്ട്രം വേണമെന്ന് പറഞ്ഞത് അത് മേടിച്ചുകൊണ്ട് പോയി അവരവിടെ ചെന്ന് അത് ആയിക്കോട്ടെ. ഇവിടെ അന്ന് ഭരിച്ചിരുന്നവരല്ലല്ലോ സാറേ ഇന്നിപ്പോ ഇവിടെ ഭരിക്കുന്നത്. ഇന്ന് മോദിജി അല്ലേ ഭരിക്കുന്നത്. അപ്പൊ അവര് രാജ്യമല്ലേ, ആയിക്കോട്ടെ, മതേതര രാജ്യത്തിന് ഇവിടെ എന്ത് കുഴപ്പമോ? മോദിജി എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വേറുകൃത്യം കാണിക്കുന്നുണ്ടോ? ഒരു മനുഷ്യനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നിർത്തി. അല്ല, അതല്ലല്ലോ ഇവിടുത്തെ തർക്കം. വന്ദേ മാതരം എന്ന ഗാനത്തിൽ ചില ഹിന്ദു പേരുകളുണ്ട്, അല്ലെങ്കിൽ ഹിന്ദു ദൈവങ്ങളുണ്ട് എന്നതാണ്. അത് സാറേ, അത് ഭദ്രകാളിയെയും ഭാരതാംബയെയും കൂടെ താരതമ്യപ്പെടുത്തി ചെല്ലുന്ന ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. സരസ്വതി ദേവിയെ, ഭദ്രകാളിയെ, ഇതെല്ലാം ഭാരതാംബയായിട്ട് താരതമ്യപ്പെടുത്തുന്ന ഒരു വാക്കുകളാണ് അതിനകത്ത് വന്നേക്കുന്നത്. സംസ്കൃതം ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ എന്ത് തെറ്റാണ്. ബംഗാളിയാണ് അതില് ചില വാക്കുകൾ. ഇപ്പൊ എന്താ, അതെ, ഒരു വേടൻ വന്ന് ഇവിടെ ഒരു പാട്ട് പാടിയിട്ട് കേരളക്കാരെ ഒരു പാട്ട് പാടിയിട്ട് അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് ഇവിടെ എന്തെല്ലാം ഇതാണ് ഒരുക്കി വെച്ചിരുന്നത്. സ്റ്റാലിൻ എന്ന് പറഞ്ഞ ഒരു വലിയ ഒരു
ലക്ഷക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയ കക്ഷികളുടെ ഫോട്ടോകൾ ഇന്നും ചില കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിൽ ചെന്നാൽ കാണാം. അത് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ഈ അവിടുത്തെ പുതിയ പ്രസിഡന്റ് അല്ല, നെതന്യാഹു അല്ലല്ലോ, മറ്റേ റഷ്യൻ പ്രസിഡന്റ് വന്നതിന് ശേഷം ആ പ്രതിമയെ അവിടുന്ന് കെട്ടി വലിച്ച് കൊണ്ടുപോയി കളഞ്ഞത് കണ്ടില്ല സാറേ. ഇവിടെ ഇപ്പോഴും അതെ ശരി. അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്നൊക്കെ കടന്നു പോകുന്നു. ഓക്കെ, എന്നോടൊപ്പം സദാനന്ദൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. ശ്രീ സദാനന്ദൻ. സനാതനനാണ്. ശ്രീ സനാതനൻ ഇടുക്കിയിൽ എവിടുന്നാ വിളിക്കുന്നത്? ഇടുക്കി കൊണ്ടര്. അങ്ങ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? നമ്മള് എല്ലാം ചെയ്യുന്നുണ്ട്, കൃഷി. ഓക്കെ. അപ്പൊ എങ്ങക്ക് ഇത് ഒരു കേന്ദ്ര സംസ്ഥാന തർക്കത്തിലേക്ക് ഇത് കലാശിക്കുവോ ശ്രീ? തർക്കത്തിന്റെ ആവശ്യമില്ല. ഭാരതം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ളതാണല്ലോ. ഭാരതത്തിലുള്ളതാണ് കേരളം. അപ്പം നമ്മള് കേന്ദ്ര ഗവൺമെന്റ് റൂള് നമ്മുടെ കേരളത്തിൽ അംഗീകരിക്കാനുള്ള ഒരു ബാധ്യതയുണ്ട്. അതായത് വേറെ മോശമായിട്ടൊരു കാര്യമല്ല. ഭാരതത്തെ അമ്മയായിട്ട് കാണണേ. അതൊരു സംസ്കാരത്തിൽ ഊന്നിയാണ്. ഹിന്ദു സംസ്കാരം സംസ്കാരം, മതമല്ല. ശരി, ഓക്കെ, കേക്കാവോ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോട് മനു ബോലോ ഭാരത് മാതാ കി ജയ് എന്ന്, ഞാൻ മനു ഭാരത് എന്നാണ് കേട്ടോ ആദ്യം വായിച്ചത്. ഓക്കെ, മനു ബോലോ ഭാരത് മാതാ കി ജയ് എന്നാണ് പറയുന്നത്. ഓക്കെ, ശരി. അത് സാം എന്നോട് പറയുന്നു. വിജയ് കുമാർ ചന്ദ്രൻ എന്നോട് പറയുന്നു കമ്മ്യൂണിസം ഇസ് ഹൈ പോയ്സൺ. രാധാകൃഷ്ണൻ എന്ന പേര് സഖാവ് ഉപേക്ഷിക്കുമോ? മതത്തെ സ്പർശിക്കാത്ത ഒരു പേര് സ്വീകരിച്ചുകൂടെ എന്നാണ് ശ്രീ ശശിധരൻ പിള്ള പറയുന്നത്. അല്ല, അത് വ്യക്തികൾക്ക് മതം ആകാം. അതാണ് ശശിധരൻ പിള്ള, മനസ്സിലായി എനിക്ക് അങ്ങ് ഉദ്ദേശിച്ചത്. രാധാകൃഷ്ണൻ എന്നുള്ളത് രാധാസമേതനായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നുള്ള അർത്ഥത്തിലാണല്ലോ. അപ്പോൾ അത് വ്യക്തികൾക്ക് അവരുടെ പേരിടാം, അതിൽ പലതരം ഇതുണ്ടാക്കാം. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഒരു പൊതുകാര്യം വരുമ്പോൾ അതിൽ ദൈവങ്ങൾ വേണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളതാണ് ചർച്ച. പലപ്പോഴും ദൈവങ്ങളൊക്കെ പല രാജ്യങ്ങളുടെ, ഇപ്പോൾ ഞാനതാണ് മനസ്സിലാക്കുന്നത്, മറ്റു പല രാജ്യങ്ങളുടെ കറൻസിയിലടക്കം ഇന്ത്യൻ ദൈവങ്ങൾ ഉണ്ട് എന്നുള്ള സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർക്ക് അത് നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ച ഒരു പൊതുധാരണയിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഞാൻ ഒരു അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതുകൊണ്ട് എനിക്ക് മതേതരത്വം പറഞ്ഞുകൂടാ എന്നില്ല. നമുക്ക് നമ്മളുടെ വിശ്വാസം ഇന്ത്യൻ മതേതരത്വത്തെക്കുറിച്ച് എപ്പോഴും ഒരു വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. നമ്മുടേത് യൂറോപ്യൻ മതേതരത്വമല്ല. യൂറോപ്പിൽ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതത്തിൽ നിന്ന് ഇതരമായതെന്നാണ്. ഇവിടെ എല്ലാ മതങ്ങളെയും ഒരുപോലെ ഉൾക്കൊള്ളുന്നതും അംഗീകരിക്കുന്നതുമായ ഒരു നിലപാടിനെയാണ് നമ്മൾ ഇന്ത്യയിൽ മതേതരത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സെക്യുലറിസം എന്നതിനെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് മതങ്ങളെല്ലാം മാറ്റി നിർത്തുക എന്നല്ല, എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്വാംശീകരിക്കുക, ഉൾക്കൊള്ളുക, എല്ലാവരോടും സഹവർത്തിത്വത്തോടെ പെരുമാറുക, എല്ലാവർക്കും അവരുടേതായ ആചാരങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ അനുവാദം കൊടുക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ ഇവിടെ സ്വീകരിച്ചത്. അപ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന നാട് മതി നമുക്കെന്ന് കൃഷ്ണൻകുട്ടി പറയുന്നു. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ പ്രമോദ് എന്നാണ് പറയുന്നത് ട്രേഡിന് ബ്രിട്ടനിൽ ഹർത്താൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പരിഹാസങ്ങളും തമാശകളും ഒക്കെ നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ നിറയുന്നുണ്ട്. ജനമിത്ര സമയം പാഴാക്കാതെ വി ഡി സതീശനെ കാണണം എന്ന് മിസ്റ്റർ മുരളി പറയുന്നുണ്ട്. ജനമിത്ര ഈസ് ട്രൈങ് ടു കോപ്പി വിജയ് മൂവി കതി. ഓക്കെ, എന്നോട് ഈസ് ട്രൈങ് ടു കോപ്പി വിജയ് മൂവി എന്ന് ഷിജു പറയുന്നു. സാധാരണ വിളിച്ചാൽ 1-2 മിനിറ്റ് പറയുന്ന മനു ജനമിത്രയോട് വിഷയമിട്ട് സംസാരിക്കാൻ കൊടുത്ത ഔദാര്യം മനസ്സിലാവുന്നില്ലെന്ന്. അങ്ങനെയല്ല, അദ്ദേഹം ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരാൾ അഭിപ്രായം പറയുന്നത്. എല്ലാ ദിവസവും അഭിപ്രായം പറയുന്ന ആളെ പോലെയല്ല, ആദ്യമായി പറയുമ്പോൾ ഒരാൾ വിളിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കുറച്ച് സമയം കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ എന്നോട് പറയുന്ന അദ്ദേഹത്തിനോട് അധികം തർക്കിക്കേണ്ടിയിരുന്നില്ല എന്ന് വിജയ് ചന്ദ്രൻ പറയുന്നു. ഓക്കെ, അപ്പോൾ വേറൊരാൾ നമ്മുടെ കൃഷ്ണൻകുട്ടി പറയുന്നത് കമ്മ്യൂണിസം ഈസ് പോയ്സൺ എന്നുള്ളതിന് മറുപടിയാണ്. വർഗീയതയെ കൊല്ലുന്ന വിഷമാണ് കമ്മ്യൂണിസം എന്ന് കൃഷ്ണൻകുട്ടി തിരിച്ചടിക്കുന്നു. അപ്പോൾ എന്നോട് VC തോമസ് പറയുന്നത് സംഘപരിവാറിൻ്റെ വോട്ട് കൂടി മേടിച്ച് അധികാരത്തിൽ വന്ന സതീശനെ അവർ പറയുന്നതൊക്കെ നടപ്പിലാക്കി കൊടുക്കേണ്ടി വരും. ഇനിയും ഇതുപോലുള്ള RSS അജണ്ട വരും എന്ന് എന്നോട് പറയുന്നു. ശരത്ത് ബാലരാമപുരത്തിന് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. ശരത്ത് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അപ്പോൾ ശരത്ത് എല്ലാത്തിലും അഭിപ്രായം പറയുന്ന ആളാണ്. അപ്പോൾ നമുക്ക് ഇതിൽ യൂട്യൂബിലും കാണുന്നുണ്ട് ഞാൻ ശരത്തെ. വന്ദേ മാതരം വേണ്ട, കലിമ ചൊല്ലാൻ
സുനിൽ എന്നോട് പറയുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ജനമിത്ര ആലപ്പുഴ നൈസായിട്ട് സർക്കാരിൻ്റെ പേര് പറഞ്ഞ് പണപ്പിരിവ് നടത്തരുതെന്ന് വിഷ്ണു എന്നോട് പറയുന്നു. ഇല്ല അങ്ങനെ പണപ്പിരിവല്ലാതെ ഉദ്ദേശിച്ചതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എന്നോട് നിറയെ പേർ ജനമിത്രയ്ക്ക് അധിക സമയം കൊടുത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പങ്കജാക്ഷൻ നായർ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചുവന്ന ഹൃദയങ്ങൾക്ക് നന്ദി. പത്തനംതിട്ടയിൽ നിന്നാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. മച്ച് എഡോ എബൌട്ട് നത്തിങ് എന്ന ഷേക്സ്പിയറിൻ്റെ വിഖ്യാതമായ നോബൽ നാടകത്തിൻ്റെ ഹെഡിങ്ങൊക്കെ ഇവിടെ ആളുകൾ അടിക്കുന്നുണ്ട്. ഓക്കെ, ആസ് ഫാർ ആസ് ഫുൾ ലൈൻസ് ഹാവ് ബീൻ റിസൈറ്റഡ്, നോ നീഡ് ടു മേക്ക് എൻ ഇഷ്യൂ എന്ന് ഷിജു പറയുന്നു. അപ്പോൾ എങ്ങനെ ഇഫ് രാധാകൃഷ്ണൻ ചാത്തന്നൂർ ഡസ് നോട്ട് വാണ്ട് ടു ഹിയർ വന്ദേ മാതരം ഹി മേ ഗോ ടു പാകിസ്ഥാൻ ആൻഡ് ടേക്ക് സിറ്റിസൺഷിപ്പ് ദെയർ. ഈ രാഘവൻ നായർ എല്ലാ ദിവസവും ഇതുപോലെ ഓരോ പ്രയോഗങ്ങളുമായി വരികയാണ്. ഐ നോ ദാറ്റ് രാധാകൃഷ്ണൻ ഈസ് ആൻ അന്തംഗമ്മി ആൻഡ് ഈസ് പാർട്ടി ഈസ് എ ബിഗ് സീൽ. രാഘവൻ നായർ, അങ്ങയുടെ ഈ വന്ദേ മാതരത്തിനോട് ആളുകളുടെ അഭിപ്രായം അങ്ങക്ക് യോജിക്കാം, ഞാനതിനെ എതിർക്കുന്നില്ല. പക്ഷേ ആളുകളെ ഇത് ഞങ്ങൾ പറയുന്നത് അംഗീകരിക്കാത്തവർ പാകിസ്ഥാനിലേക്ക് പോകണം എന്ന പ്രയോഗം ശ്രീ രാഘവൻ നായർ നല്ലതല്ല. അങ്ങനെയല്ല. ഞാൻ സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം എടുത്ത് പലതവണ വലിയ ആവേശം കൊള്ളുന്ന ഒരാളാണ്. ലോകത്ത് പീഡിപ്പിക്കപ്പെട്ട ആട്ടിയോടിക്കപ്പെട്ട എല്ലാ മനുഷ്യർക്കും അവർക്ക് അഭയസ്ഥാനം ഒരുക്കിയൊരു രാജ്യത്ത് നിന്നാണ് ഞാൻ വരുന്നത് എന്ന് ചിക്കാഗോയിൽ പ്രസംഗിച്ച സ്വാമി വിവേകാനന്ദൻ്റെ നാടാണിത്. ഇവിടെ ആട്ടിയോടിക്കപ്പെട്ട എല്ലാ മനുഷ്യരെയും സ്വീകരിക്കുന്ന ഒരു നാടാകണം ഇന്ത്യ എന്നാഗ്രഹിക്കുന്നവരുടെ വലിയ വിഭാഗമാണുള്ളത്. അവിടെ നിന്ന് നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോളൂ, ഇവിടെ വിമർശനം ഉന്നയിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ശരിയായ രീതിയല്ല. രാഘവൻ നായരുടെ ഒരു ശൈലി തന്നെ മാറണം എന്നാണ് എനിക്ക്. അദ്ദേഹം ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ ഇട്ട കമൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കുറേ കൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകൾ വരുന്നുണ്ട്. ഏതായാലും ലീലാമ്മ ഒക്കെ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, അരുൺകുമാർ ജയ് ഹിന്ദ് എന്നൊക്കെ പറഞ്ഞ് എന്നോടൊപ്പം ചേരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ഇത് സർക്കാരും ഗവർണർ സർക്കാർ ബന്ധത്തെ ഇത് ബാധിക്കുമോ, ഈ പോര് മുറുകുമോ എന്ന് ചോദിക്കുമ്പോൾ 33% ആളുകൾ ഈ പോര് മുറുകാൻ സാധ്യതയില്ല, ഇത് വലിയ വിഷയമാകില്ല എന്ന് കരുതുന്നവർ, വലിയ വിഷയമാകും എന്ന് കരുതുന്നത് 33% ആളുകളാണ്. എന്നാൽ കരുതില്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. 67% ആളുകൾ സർക്കാരും ഗവർണറും ഒത്തൊരുമിച്ച് നാടിൻ്റെ ഒരു കൂട്ടായ്മയായ ഒരു പുരോഗമനത്തിന് വേണ്ടി ഒരുമിച്ച് നിലയുറപ്പിക്കും എന്ന ശുഭാപ്തി വിശ്വാസക്കാരാണ്. ഏതായാലും വന്ദേ മാതരത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടാകാം. അതിൻ്റെ ആലാപനം, പ്രോട്ടോകോൾ, ചരിത്രം, ഇതൊക്കെ ജനാധിപത്യ സമൂഹങ്ങളിൽ ഇനിയും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കും. പക്ഷേ ആ ചർച്ച ഒരിക്കലും മതപരമായ ഒരു ഭിന്നതയിലേക്ക് പോകരുത്. സമൂഹത്തെ വിഭജിക്കുന്ന ഒരു രാഷ്ട്രീയത്തിലേക്ക് അത് വഴിമാറരുത്. രാഷ്ട്രീയ തർക്കങ്ങൾ ഉണ്ടാകട്ടെ, പ്രോട്ടോകോൾ ചർച്ചകൾ ഒക്കെ ഉണ്ടാകട്ടെ, ആശയപരമായ സംവാദങ്ങൾ ഉണ്ടാകട്ടെ. പക്ഷേ അതൊന്നും വിദ്വേഷത്തിൻ്റെ മതിലുകൾ പണിയാനുള്ള ആയുധമാക്കരുത്. നമ്മളെല്ലാം ഒരേ രാജ്യത്തിൻ്റെ പൗരന്മാരാണ്. വ്യത്യസ്ത വിശ്വാസങ്ങൾക്കിടയിലും ഒരുമിച്ച് നിൽക്കാനുള്ള ശേഷിയാണ് ഇന്ത്യയുടെ സവിശേഷത എന്ന് ലോകത്തോട് ഇനിയും പറയാൻ നമുക്ക് കഴിയണം. വന്ദേ മാതരം ഒരു വികാരമായിരിക്കാം, പക്ഷേ അതിലും എത്രയോ വലിയ വികാരമാണ് ഇന്ത്യ. ഇന്നത്തെ പൊതുവേദി ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.